ചങ്ങളെ നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നൗഫലിന്റെ പെരീന്നൊക്കെ വന്ന് ഞങ്ങളെ ഒരു 10 മണിയൊക്കെ കൊണ്ട് വീട്ടിലെത്തിയപ്പോൾ നമ്മൾ പറയാനുള്ളതെന്ന് വെച്ചാൽ 50,000 ആൾക്കാർ നമ്മൾ ഇന്നലത്തെ ഒരു വീഡിയോ കണ്ടിട്ടോ. അൽഹംദുലില്ലാ ഭയങ്കര സന്തോഷം. അപ്പം കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബും ചെയ്തിരിക്കുന്നു, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മളെ സ്വന്തം പെരിയിലാണ് നമ്മളുള്ളത്. നമ്മളെ വീടാണ് ചങ്കാളത്. പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് പരിചയമുള്ള ഒരുപാട് മുഖങ്ങൾ നമ്മളെ ബാക്കിലുണ്ട് കേട്ടോ. അപ്പോൾ ദാ എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുത്താൽ ഇതൊക്കെ നമ്മളെ ഉമ്മയും മോനും നൗഫലുണ്ട്, പിന്നെ നമ്മളെ അളിയുണ്ട്, പിന്നെ ഇത് നമ്മളെ റോയൽ അൻവേസ് റോയൽ കാറ്ററിംഗിന്റെ ഓണർ ഉണ്ട്. ഇപ്പൊ എല്ലാ ആൾക്കാരുണ്ട്. അപ്പൊ വാ നൗഫൽ വാ. അപ്പൊ അങ്ങനെ നമ്മളെ സ്വന്തം പെരിയില് നമ്മളെ നൗഫൽ ബായിന്റെ കാലൊക്കെ കുത്തിക്കണം. അതുപോലെ നമ്മളെ അളിയുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മളെ അതെ, ഈ പെരയുടെ മുന്നിലൊക്കെ നമ്മളെ പെര ശിശുവാണ്. എന്തായാലും അൽഹംദുലില്ലാ എല്ലാരും നല്ല ഇതുപോലത്തെ പെര വെക്കട്ടെ അല്ലെ. ഭൂമിയിലൊക്കെ ജീവിക്കുമ്പോ ഷാജാനെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പണി വെച്ചാൽ പെര കയറ്റാൻ കയറ്റി 3 ഭാഗമായിട്ടുള്ളൂ, സ്ട്രക്ചർ വരായിട്ടുള്ളൂ. കുടുങ്ങി നിൽക്കാണ്. കുടുങ്ങിയിട്ടൊന്നുമില്ല. നമ്മള് പോലെയല്ല, ബാക്കിംഗ് ഉള്ള ആളാണ്. തീർച്ചയായിട്ടും എല്ലാരും ഇപ്പൊ നമ്മളെ മാതിരി ആയിക്കോളന്നില്ലല്ലോ. എന്തായാലും നമുക്ക് ഷാജാന്റെ പെര കാണാം. എനിക്ക് പെരയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് 2 ഭാഗമാണ്. ഈ ഒരു വിശാലമായ സിറ്റ് ഔട്ട് അല്ലേ, ഒരു പെരന്റെ കായ് സിറ്റ് ഔട്ടിന് പെരക്കിക്കണേ. ഒന്നും വേണ്ട, നോക്കാം മകളെ. ഇത്രയും വലിപ്പമുള്ള സിറ്റ് ഔട്ട്, ഒരു റൗണ്ടൊക്കെ കൊടുത്തിട്ട് മുകളിലും താഴെ തോന്നുന്നു. കിണറിന്റെ റിങ് ബാക്കി വന്നപ്പോ അത് പെരേമ കയറ്റിന്ന് തോന്നുന്നു. സത്യം പറയും അല്ല, അങ്ങനെയും പറയാ അല്ലെ. അപ്പൊ നമ്മളെ ചെറിയൊരു സ്വപ്നം അല്ലെങ്കിൽ നമ്മളെ ചെറിയൊരു വീട് ശരിയല്ല, ഏതൊരു മനുഷ്യൻ എല്ലാവർക്കും സ്വപ്നമാണ്. ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ 3 അഭിലാഷങ്ങളാണ്: നല്ലൊരു വാഹനം, നല്ലൊരു വീട്, നല്ലൊരു ദാമ്പത്യം, നല്ലൊരു കല്യാണം. അതില് പറഞ്ഞു കൊടുക്ക്, വീട് പറഞ്ഞു കൊടുക്ക്. വീട് ഇപ്പൊ എന്താ എനിക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നു? ചെറിയ വീട് കണ്ടിട്ട് ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ വീടിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോ ഒരു ഒക്കെ വിശാലതയാണ്. ഷാജാന്റെ മനസ്സ് പോലെ തന്നെ ഒക്കെ വിശാലതയാണ്. സ്വഭാവം പോലെ ആവാതിരുന്ന നമ്മളെ പെണ്ണുങ്ങൾക്കൊക്കെ വേണ്ട എന്താ പറയുക, കിച്ചണ വേണ്ട. അത് കാണിച്ചു കൊടുക്കുക. കിച്ചൺ എങ്ങനെയാണെന്ന് അറിയാനാണ് എല്ലാവർക്കും താല്പര്യം. ഇത് കിച്ചണ ഓഡിറ്റോറിയ. കിച്ചൺ എങ്ങനെയാണെന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് കിച്ചൺ ഇത് ഒരു പെണ്ണ് കെട്ടിയാ പോരാ. ഈ കിച്ചൺ ഉപയോഗിക്കണമെങ്കിൽ 3 പെണ്ണ് കെട്ടണം. ഒന്നുകൂടി കെട്ടാൻ നമുക്ക് പ്രശ്നമൊന്നുമില്ല. അത് ഒരു പെണ്ണുങ്ങളുടെ ഉണ്ടെങ്കിൽ പോകും കെട്ടിയ തന്നെ. അതായത് അത്യാവശ്യം പെണ്ണുങ്ങൾക്ക് ഓടി നടന്ന് പണിയെടുക്കാനുള്ള വലിപ്പമുള്ള കിച്ചൺ. ഇതൊക്കെ ഇന്റീരിയർ വരുമ്പോ ടൗസർ കയറും. അല്ല, കായുള്ളവർക്ക് ആവാലോ. കായുള്ളവർക്ക് ആവാം. എന്തായാലും വീടൊക്കെ സെറ്റാണ്. ഇതെന്താ ഷാജാനെ? ഏത് ഇത് നമ്മളൊരു ടേബിളും കാര്യങ്ങളും ചോറിന് പരിപാടി ഉണ്ടല്ലോ നമ്മളെ. എനിക്ക് മനസ്സിലായില്ലേ? ഡൈനിങ് ഹാള്. ഡൈനിങ് ഹാളാണല്ലേ. അങ്ങനെ ചെറിയ സെറ്റപ്പ്. വീടിന്റെ കോണി എവിടെ? കോണിയുണ്ട്. കോണി ഇവിടെ വരും. നമ്മളെ ഇൻഡസ്ട്രിയൽ ഐറ്റംസ് കോണി ഇവിടുന്ന് അങ്ങോട്ട് വരും. നല്ല രസമുള്ള ഒരു കൺസെപ്റ്റ്. അതായത് ഇവിടുന്ന് നേരെ അങ്ങോട്ട് വരും. ഇതിന്റെ എഞ്ചിനീയർ നമ്മളെ സുഹൃത്താണ് ഫൈസൽ. സംഭവം നൈസ് സെറ്റ് ആണ്. ഒരു കോട്ടിയാടൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പൊ നമ്മൾ എങ്ങനത്തെ കോണിയാ ഉദ്ദേശിക്കണേ? ഇരുമ്പിനോടാ നോക്കണം. എന്റെ പേരല്ലേ അങ്ങനത്തെ? അതെ, അങ്ങനത്തെ ആ ഒരു മോഡല്. അത് നല്ല രസമാവും. എല്ലാരും പറയുന്നത് നോഫലിന്റെ അങ്ങനെ തന്നെയാണ്. അതാണ് ഉസാർ എന്നാ പറയുന്നത്. അപ്പൊ പിന്നെ ഇരുമ്പന്നെ റൂമൊക്കെ അടിപൊളി. മൊത്തം റൂം 4 റൂമില്ലേ? താഴെ 2 റൂമുണ്ട്, പിന്നെ മേലെ 2 റൂമുണ്ട്, മോള് 2 റൂം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതെന്താ സാധനം? ഇത് സോഫയും കാര്യങ്ങളൊക്കെ ഇട്ടുകാണ്ടേ. അപ്പൊ TV ഒക്കെ ഉള്ള സ്പേസോ? TV വെക്കാൻ എവിടെയൊക്കെ കുത്തിക്കൊള്ളിക്കേണ്ടി വരും. അതൊന്നും ഇപ്പൊ നമ്മളിപ്പോ നോക്കിയിട്ടില്ല. നിസ്കരിച്ചാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് നമ്മളെ എല്ലാ റൂമിൽ നിസ്കരിച്ചൂടെ കഴിയാം. 4 റൂമുണ്ട് ഇവിടെ. അതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിക്കൊണ്ടിട്ടോ. നമ്മളെ ഫുള്ള് മാനം കെടുത്തലാണ് ഇപ്പൊ എന്റെ ഒരു ഏർപ്പാടന്നെ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മളെ ഏതൊക്കെ ഗ്യാപ്പിൽ കുത്താൻ പറ്റും ആ രൂപത്തിൽ കുത്തലാണ് എന്റെ പരിപാടി. ഒരു വീട്ടിൽ ഒരു കിണർ കുത്തുന്ന വെള്ളം കാണാം. 2 കിണർ കുത്തിട്ട് വെള്ളം കാണാത്ത പിന്നെ അതിന്റെ മുകളിൽ സ്ലാബ് ഇട്ടിക്കണേ. ഒന്ന് ഞാൻ കുസുകുജാക്കി കാലാകാലം എന്നറിയോ? അറിയില്ല. അലോക്കിന്റെ വട്ടം, അലോക്കിന്റെ ഇതുകൊണ്ട് ഒരു 5 ലക്ഷം റുപ്യ പാറന്നെ പൊട്ടി. ആ പാറ പൊട്ടിച്ചാണ് ഞാൻ കളയത്. കാണിച്ചു കൊടുത്താ പാറ പൊട്ടിച്ചാണ് ഞങ്ങൾ കരിങ്കല്ലും ഇങ്ങോട്ട് കൂട്ടിയിട്ട് പെടേ. കണ്ടങ്ങള് കരിങ്കല്ലും ഇങ്ങോട്ട് കൂട്ടിയിട്ട് ഇങ്ങണ്ടേ ഒന്നും പറയണ്ട. പാറ ഇങ്ങോട്ട് പൊട്ടി. കിണറില് വെള്ളം ഇല്ലെങ്കിലേ
കിണറില് വെള്ളം ഇല്ലെങ്കിലും പാറ നല്ലോണം ഈ പൊട്ടിച്ചു. ചട്ടിപ്പറമ്പില് കംപ്ലീറ്റ് ആൾക്കാർ അത് സംഭവം എന്താ വെച്ചാൽ ഒറ്റപ്പാറേനു വെള്ളമില്ല. എന്താ ചട്ടിപ്പറമ്പില് കംപ്ലീറ്റ് ആൾക്കാർക്കും ബാത്റൂം നിറഞ്ഞ അങ്ങോട്ട് വരാം. അത്ര കിണറിലാണ് ഇവിടെ കിണറില് എത്ര അടി ഉണ്ട് എന്നാലും കുഴപ്പമില്ല. ഇപ്പൊ നമ്മളെ കിണറിൽ പണ്ട് നോക്കൊക്കെ വെള്ളം നോക്കേ അടിപൊളി. ഇപ്പൊ പിന്നെ മഴ എത്തുണ്ടെങ്കിൽ ഏത് പാടത്തും വെള്ളം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. കിണറിലൊക്കെ ഇപ്പൊ കുഴപ്പമില്ല. മാഷാ അല്ലാ അടിപൊളിയാണ്. വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ വീട്ടിലുള്ള ഒരു വെള്ളം കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ കിട്ടും. ഇതാണ് നമ്മളെ കിണറ് ഹാഫായിട്ട് വെച്ചിക്കാണ്. വെള്ളമൊക്കെ നല്ല ഇഷ്ടം പോലെയാണ്. പിന്നെ ഇത്രത്തോളം നീളം ഇനി താഴത്തേക്കുണ്ട്. പൊട്ടിച്ചാണ് താത്തിക്കാണ്. നല്ല വട്ടക്കിണർ. അതെ, ഇതാണ് ഇപ്പൊ നമ്മള് മറ്റേ രണ്ടാമത്തെ കിണർ പറഞ്ഞുകൊണ്ടുള്ള പരിപാടി. ഇതാണ് ഇപ്പൊ നമ്മളെ രണ്ടാമത്തെ കിണർ. തൽക്കാലം നമ്മള് കക്കൂസും കുജി ആക്കിക്കൊണ്ട് വെള്ളം കിട്ടിയിട്ട് ഇങ്ങോട്ട് പോരി. വല്ലാതെ ഇവിടെ നിന്നാലേ രണ്ടാമത്തെ കിണർ എന്ന് പറയരുത്. രണ്ടാമത്തെ കിണറല്ല അത്. രണ്ടാമത്തെ കക്കൂസും കുഴി. അതെ 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 തീർച്ചയായിട്ടും. എന്തായാലും വീട് മാഷാ അല്ലാ സെറ്റാണ്. വീടിന്റെ വലിപ്പത്തിനനുസരിച്ചുള്ള കക്കൂസും കൂടി അവൻ കുത്തിക്കണേ. ഇനി മുകളിലോട്ട് വരികയാണെങ്കിൽ 2 റൂമാണ്. കോണി വെക്കാത്തോണ്ട് കേറുന്നില്ല. അതെ ഇജ്ജ് കേറി വാ. അപ്പൊ ഞങ്ങളെ നമ്മളെ മേലെ ഇങ്ങനെ വന്ന് കാണുതാ 2 റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമ്മളെ സിറ്റ് ഔട്ടിന്റെ മേലെ കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മളെ വീടിന്റെ സ്ഥിതികൾ വരുന്നത്. തേപ്പ് ഇപ്പൊ ഏകദേശം പകുതി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബംഗാളികൾ പെരുന്നാളൊരു നാട്ടിൽ പോയതാണ്. പിന്നെ പോലെ ഒരു വിവരവും ഇല്ല. വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. ഒരു വിവരവും ഇല്ല. എന്താ കാട്ടാന്നുള്ള അറിയില്ല. പകുതി തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉയരൊക്കെ കെട്ടിട്ട് പോയിക്കണേ. ഏത് ഉയരം കെട്ടിക്കണേ? ഗ്ലാസ് വെക്കണേ അവിടെ ഗ്ലാസ് കായി അന്നത്തെ പോയി സിറ്റുവേഷൻ പോലെ കാട്ടും. തടുക്കണെങ്കിൽ തടുക്കിച്ചിട്ട് കെട്ടേണ്ടി വരും. അതിപ്പോ നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മളെ കൊണ്ട് കുഴപ്പമില്ല. ഈ ചട്ടിപ്പറമ്പിലെ മാർക്കറ്റ് കംപ്ലീറ്റ് ഷാർജാന്റെയാണ്. അതെ അതെ അതെ. അങ്ങനൊക്കെ പറയും. നിങ്ങൾ ആ വിശ്വസിച്ചാണ് നിൽക്കേണ്ട പൊന്നാര ചങ്ങായിമാരെ. ഓൻ എങ്ങനെ പറയാ? ഓൻ ഒരു കോടി റുപ്യ യൂട്യൂബിന്റെ കായോണ്ട് ഒരു കോടി റുപ്യന്റെ പെരേറ്റിയ മനുഷ്യനാണ് ഓന്. ഞെത്ത വാണ്ടഞ്ഞോന് നമ്മൾ അതേപോലെ അല്ലേ. നമ്മൾ നയിച്ചിട്ടുണ്ടായി കണ്ട് ഒത്ത കായില്ല ചങ്ങായിമാരെ. ഇപ്പൊ പറയണ്ട നിങ്ങൾ വിശ്വസിച്ചാൽ നിൽക്കണ്ട. അങ്ങോട്ട് പോരി. പിന്നെ ഇപ്പൊ നമ്മളെ വിശേഷങ്ങൾ നമ്മളെ അയലൊക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടോളൂ ചങ്കാളിങ്ങൾ. അയലൊക്കെ കണ്ടോന്നാണ് പറഞ്ഞു വീഡിയോ എടുക്കാം. അടി കിട്ടു. ഏത് എന്തായാലും സെറ്റായടാ. സെറ്റല്ലേ? നമുക്ക് ചായ അടിക്കാൻ പോകുന്നല്ലേ. ചെറിയൊരു ചായയും കടിയും കൊടുക്കണ്ടല്ലേ. മോശമല്ലേ? ഇന്നലെ നമ്മളെ ഓന്റെ പേരിൽ പോയപ്പോ ബിരിയാണി മറ്റേ അൽഫാം കാര്യങ്ങളൊന്നും കിട്ടിയില്ലല്ലോ. നിങ്ങൾ നേരം വൈകി അതാ സംഭവിച്ചത്. ഇന്നലെ നമ്മള് അൻവർക്ക് വന്നായിരുന്നു വീട്ടിലോട്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മൂപ്പർക്ക് നേരം വൈകി എത്തണം. നിങ്ങൾ കോഴിക്കോട് ഇല്ലേ? കോഴിക്കോട്. അപ്പൊ നമ്മളെന്താ വെച്ചാ മൂപ്പരുടെ ഒരു സൽപ്രവൃത്തിയാണ് ഇന്ന് നമ്മളെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. എന്താണ് കാര്യം ഉണ്ടാകാൻ പറയും? അല്ല എന്താണ് ഷാജാനെ? നമ്മൾ കാര്യം എന്താന്ന് വെച്ചാലേ നമ്മളൊരു പ്രോഗ്രാം നടന്നീനു. നമ്മളൊരു 1 മില്യന്റെ പ്രോഗ്രാം. അതേപോലെ നൗഫലിന്റെ കുട്ടിന്റെ ഒരു ബർത്ത്ഡേ. അതുകൊണ്ട് ആകെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലേക്കും അതുകൊണ്ട് മൂപ്പര് നല്ലൊരു ബന്ധമായി. നല്ലൊരു ബന്ധമായി. ഞാനൊരു നമുക്ക് അതിന്റെ ക്ലിയറൻസ് കൊടുക്കണം. അന്നത്തെ പ്രോഗ്രാംസിൽ കൂടുതൽ നമുക്ക് നെഗറ്റീവാ വന്നത്. അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിക്കോ എന്നുള്ളതിലാണ് കൂടുതൽ വന്നത്. സത്യത്തിൽ ബർത്ത്ഡേക്കാൾ കൂടുതൽ അവിടെ പടക്കം പൊട്ടിയതൊക്കെ പിന്നെ 1 മില്യൺ. അതൊരു മനുഷ്യനെ അറിയൂല. ഇപ്പൊ അതായത് നമ്മുടെ പ്രോഗ്രാമിന് ശേഷം അവിടെ പൊട്ടിയത് ഇതാണ്. എല്ലാം കൊണ്ട് ചെറിയ തോതിൽ നിങ്ങൾക്ക് അറിയാലോ ചെക്കന്മാരിപ്പോ 1 മില്യനൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ തോതിൽ പടക്കം നമ്മൾ കല്യാണൊക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെയായിരുന്നു നാട്ടിലെ അവസ്ഥ. അവന്റെ സന്തോഷം ഇൻസ്റ്റാഗ്രാമിലോ 1 മില്യൺ അടിച്ചപ്പോൾ എന്റെ സന്തോഷം നടത്തി. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്ര വലിയ പരിപാടിയൊന്നും നടന്നില്ല. ഞങ്ങളിങ്ങനെ കുറച്ച് യൂട്യൂബേഴ്സൊക്കെ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അത് ബമ്പം പരിപാടിയായി മാറി. നമ്മൾ അന്ന് കാറ്ററിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും മൂപ്പരാണ് ഏറ്റെടുത്തത്. അതിൽ വേറൊരു കാര്യം പാടുണ്ട്. നമ്മൾ വിളിച്ചത് എത്ര ആളാ? നമ്മൾ ഏകദേശം 100-150 ആളൊക്കെയാണ്. 100 ആള് വന്നത്. എത്ര ആളാ? ഒരു 10-150 ആൾക്കാരുണ്ടായിരുന്നു. ആ നേരത്ത് ഞാൻ ഫുഡിന്റെ പഠിച്ചോനെ കയ്യിൽ നിന്ന് പോവോ ഞാൻ വിചാരിച്ചെന്താ ഇനി കഴിക്കണോര് കഴിച്ചോട്ടെ. അപ്പോഴേക്കും എല്ലാവർക്കും മൂപ്പര് ഫുഡ് അതെങ്ങനെ പെട്ടെന്ന് നിങ്ങൾ സെറ്റാക്കി? ഓൾറെഡി നിങ്ങൾ സ്റ്റോക്ക് ഉണ്ടോ? നിങ്ങളുടെ പ്രോഗ്രാമുകൾ കഴിയാൻ ലേറ്റ് ആയതുകൊണ്ട് അവിടെ പ്രിപ്പയർ ചെയ്യാൻ ടൈം കിട്ടിയില്ലേ? അത് വലിയൊരു കിട്ടലാണ്. കാരണം എന്താ വെച്ചാൽ ആ ടൈമില് നമുക്ക് നമ്മള് കുറച്ച് ലാഗ് ആയല്ലോ. മൊത്തത്തില് നിങ്ങളെ പ്രോഗ്രാം കൂടി കഴിഞ്ഞിട്ടാണല്ലോ ഫുഡ്. എന്തായാലും സമയം കിട്ടി. നേരം കിട്ടി. അപ്പൊ നിങ്ങൾ ഒരുപാട് സ്റ്റോക്ക് വെച്ചിട്ടാ വരിക. ബാക്കപ്പ് ഉള്ളോണ്ട് ഞങ്ങള് കഴിച്ചില്ലായി. ഏകദേശം വിളിച്ചിട്ട് നമ്മളെന്താ വെച്ചാൽ നമ്മുടെ പ്രോഗ്രാം നോക്കുമ്പോ നമ്മളെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ. പിന്നെ ഒരു കാര്യം കൂടി നമ്മുടെ ചാനലും കൂടി പറയണം. അപ്പൊ നമ്മളാ ഒരു പ്രോഗ്രാമിന്റെ
മൂപ്പര് അതിന്റെ കാറ്ററിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിന്റെ സമയത്ത് ഇന്നാണ് ഇപ്പോൾ മൂപ്പര് അതിന്റെ പൈസയും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇന്നാണ് ഇപ്പോൾ നമ്മൾ ചട്ടിപ്പറമ്പ് വരുന്നത്. അപ്പോൾ നൗഫലും ഉണ്ടായിരുന്നു. അപ്പോൾ നൗഫലും അളിയനും കൂടി വന്ന മൂപ്പര് എവിടെ നിങ്ങൾ വീടോട് പറഞ്ഞത് കോഴിക്കോട് നിന്ന് മൂപ്പര് എത്തി. അപ്പോൾ നമ്മൾ അതിന്റെ പൈസയും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മൂപ്പര് എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സെറ്റിൽമെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഒരു എത്തിയമായ ഒരു കുട്ടിക്ക് എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് ഒരു കല്യാണം ഒരു കല്യാണത്തിന്റെ ഒരു ചോറ് വെച്ചു കൊടുക്കാൻ ഞങ്ങൾ വെറുതെ എറിഞ്ഞു നോക്കിയതാ. അതെ അതെ. പക്ഷെ ഞങ്ങൾ മൂപ്പര് ഒന്നല്ല 2-3 മൊത്തം 5 ഗിഫ്റ്റും വേറെ തന്നിക്കണം. ഒരു മെയിൻ ഗിഫ്റ്റും അതിന്റെ കൂടെ ഒരു 4 ഗിഫ്റ്റ്. എന്തൊക്കെയാണ് നമ്മള് ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഫസ്റ്റ് പ്രൈസ് എന്താന്ന് വെച്ചാല് നമ്മള് ആർക്ക് ഇത് സംഭവം എന്ന് വെച്ചാല് ഒരു എത്തിയമായ ഒരു കുട്ടിന്റെ കല്യാണം നടത്തി കൊടുക്കണം എന്നാണ് മൂപ്പര മനസ്സിലുള്ള ഒരു നിയ്യത്ത്. അപ്പൊ നിങ്ങൾക്ക് ഇനി ആർക്കും ഇത് നമ്മളെ ഇൻസ്റ്റാഗ്രാം ഷാജാൻ ഷാ അതുപോലെ തന്നെ ഉമ്മയും മോനും എന്നുള്ള ഇതിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ആ വീഡിയോസിൽ എല്ലാ റൂൾസും കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദ്ദേശം നടക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സമ്മാനം നമ്മളെ അവരെ കല്യാണം എത്തിയമായ ഒരു മക്കളെ കല്യാണം നമ്മൾ ഫുള്ള് ചോറും കാര്യങ്ങളും അത് മൊത്തമായിട്ടുള്ള ചെലവ് നമ്മൾ നടത്തി കൊടുക്കുന്നതാണ് ഫസ്റ്റ്. സെക്കൻഡ് എന്താണ് വരുന്നത്? സെക്കൻഡ് നമ്മള് മറ്റേ പ്രോഗ്രാമിന്റെ ഇവന്റ് പരിപൂർണമായിട്ട് സൗജന്യം ചെയ്ത് കൊടുക്കും. തേർഡ് 40% ബില്ലിന്റെ ഡിസ്കൗണ്ട്. ഫോർത്ത് വീഡിയോഗ്രാഫി മറ്റുള്ള കാര്യങ്ങൾ ഫുൾ ആയിട്ട് സൗജന്യമായിട്ട്. ഫിഫ്ത്ത് പ്രോഗ്രാം ഫിഫ്ത്ത് ഓഫർ 25% ബില്ലിങ്ങിന്റെ ഫുൾ ഓഫർ. അപ്പൊ ഇങ്ങനെയുള്ള 5 സംഭവങ്ങളാണ് ഗിഫ്റ്റിംഗ് ആണ് നൗഫലെ കൊടുക്കാറുണ്ട്. അത് നല്ലൊരു മനസ്സാണ്. എന്താന്ന് വെച്ചാല് ഒരാളെ കല്യാണത്തിനുള്ള ഒരു ചെലവ് എന്നൊക്കെ പറഞ്ഞാല് നല്ല എമൗണ്ട് വേണ്ട. നമ്മളൊക്കെ കല്യാണം ഒരാളെ സംബന്ധിച്ചിട്ട് ഒരു കല്യാണം നടത്തി പറ്റിയ സൈഡാവും. പിന്നെന്താ ഒരു കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കൂട്ടത്തില് പിന്നെ ഫുഡിന്റെ ചിലവ് മൂപ്പര് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു കുടുംബത്തിന് ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ ഇപ്പത്തെ കാലത്തൊക്കെ സ്വർണ്ണത്തിന് ഒരു ചിലപ്പോ ഒരു 10 പവൻ സ്വർണ്ണം എടുത്ത് ആകെ തളർന്ന് കേൾക്കാറ്. ആ ഒരു സമയത്തേക്കാര് ഓൽക്ക് ഈ ഒരു സംഭവം ഒരു ഫുഡിന്റെ പരിപാടി ഓൽക്ക് കിട്ടുക. മാഷാ അല്ലാഹ് അതൊക്കെ ഭയങ്കര ബർക്കത്ത് തന്നെയാണ്. ഭയങ്കര അതിന്റെ കൊടുക്കാൻ വേറെ കാരണം മൂപ്പരെ പുതിയൊരു ലോഞ്ച് വരുന്നത് പട്ടാമ്പി വരുന്നുണ്ട്. ഓൾറെഡി കോഴിക്കോട് കൊച്ചിയിലുള്ളത് ഓഫീസിലുള്ളത്. നിങ്ങൾക്ക് നിലവിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ നാസർ ഖാന്റെ കല്യാണം ഇവര് ചെയ്ത്, ഇപ്പൊ നമ്മുടെ പ്രോഗ്രാംസ് ഇവരെ ചെയ്ത്, ഇപ്പൊ റോബിൻ, ആരതി, ഡോക്ടർ ഒക്കെ പിന്നെ കുറെ ആൾക്കാര് ഒരുപാട് പ്രോഗ്രാംസ്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ആ ഒരു കാര്യത്തില്. പിന്നെ ഇനി ഷാജാന്റെ വീട് നിങ്ങൾ കണ്ടില്ലേ? സത്യത്തില് മാഷാ അല്ലാഹ് നല്ലൊരു വീടാണ്. ഏതൊരു ആള് സ്വപ്നം കാണാൻ കൊതിക്കുന്ന ഒരു വീടാണ്. ഇത്രക്കില്ലെങ്കിൽ പോലും ഷാജാന് പൈസ ഉള്ളതുകൊണ്ട് ഒന്നും ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ എന്താ വെച്ചാൽ പൈസ ഇല്ലാത്തവർക്ക് ഒരു വീട് നമ്മളെ കൊത്തി കൊല്ലണം ചങ്കാളെ. നമ്മളെ കുത്തി തന്നെ ഇവന്റെ പടി, വേറെ പരിപാടി. ഇവന്റെ കോലം കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും. തലയില് വരാ, കാൽമ വരാ, മീശമ്മ വരാ. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ്. ഇന്ത്യയിൽ നിന്ന് വന്ന കമന്റ്സ് ആണ് കൂടുതൽ. ഇന്നത്തെ ആ ചെക്കന്റെ കോലം ചെമ്മനാ ചെങ്ങന്മാരെ ഇതൊക്കെ നമ്മള് പിരാന്തിന് ചെയ്യണ്ടാണ്. മനസ്സ് നന്നായ പോരെ. വരമ്മലൊക്കെ എന്തിരിക്കണടോ, ഒന്നുമില്ല. അതിലൊന്നും ഒരു കാര്യമില്ല. വരമ്മലൊന്നും ഒരു കാര്യമില്ല. വരൊക്കെ തലമ്മ വരച്ചുകൊണ്ട് ഈ പെരപ്പണിക്ക് ഒന്നോ കഴിഞ്ഞു, അത് വേറെ കാര്യം. അതിലൊന്നും ഇപ്പൊ നിങ്ങൾ നോക്കണ്ട. അതിലിപ്പോ ഒന്നും ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. അതല്ല, അപ്പൊ മുടിമലയിൽ ഭരിച്ച് നടക്കാണ് ചങ്ങായിമാരെ. അല്ല, അതൊന്നും ഇപ്പൊ നോക്കണ്ട. മൊത്തത്തിൽ എന്തായാലും ഇതുപോലെ ഇനി മൂപ്പർക്ക് ഇനിയും ഈ ഒരു സംഭവം പോലെ ഇനിയും കൂടുതൽ കൊടുക്കാൻ പറ്റട്ടെ. ഒരുപാട് നല്ല നല്ല വർക്കുകൾ കിട്ടട്ടെ. എന്നാലും നിങ്ങളുടെയൊക്കെ വർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടീം തന്നെ. കാരണം ഇത്ര സെലിബ്രിറ്റികളെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ധൈര്യം വേണം. കാരണം അതിലൊരാൾ മോശം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൂപ്പർക്ക് ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇത്ര ആൾക്കാർ അത് വിജയിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അത് നല്ല ഫുഡും നല്ല സർവീസും കാര്യങ്ങളും കൊണ്ടാണ്. ആ ഒരു ഹക്കിന്റെ പരിപാടി കൊണ്ടാണ് ഇതുപോലത്തെ ഒരു നിയ്യത്തും വെച്ചിങ്ങാണ്ട് മൂപ്പര് ലോഞ്ചിങ്ങിന്റെ ഭാഗമായിട്ട് ഈ ഒരു നല്ലൊരു പ്രവൃത്തിയും പാടെ ചെയ്യുന്നത്. അപ്പം എല്ലാവരും മാക്സിമം നമ്മൾ അൻവേഴ്സ് റോയൽസ് കാറ്ററിങ്ങിനെ സപ്പോർട്ട് ചെയ്യുക. ആ ഒരു കാര്യങ്ങൾ മൂപ്പര ചാനലിൽ മൂപ്പര് പറയുന്നുണ്ട്. അൻവേഴ്സ് റോയൽ എന്താ പേര് ചാനലിന്റെ? അതൊന്നും ജസ്റ്റ് ടൈപ്പ് ചെയ്ത ബാക്കി ഡീറ്റെയിൽസ് അതിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ദുനിയാവിൽ മാത്രമല്ല അങ്ങ് 1000 പോയാലും നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് ചെയ്യാം. നിങ്ങൾക്ക് പൈസയും കൊണ്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളെ കൊടുക്കുന്ന സപ്പോർട്ട് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കാര്യമാവും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഷാജാന്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഷാജാന്റെ പുതിയ വീട് ഇപ്പൊ നിങ്ങൾ കണ്ടു. സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞപ്പോ തന്നെ ഏകദേശം 2500 ആൾക്കാരായി. അതൊക്കെ നമ്മള് മുഖേന ഒരാള് ഒരു ചാനലിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. കാരണം നിങ്ങൾക്ക് നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ മേഖലകളിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ മുഖേന ഇപ്പം ഞാൻ പറയാം, ഞാൻ അന്ന് ഓനോട് പറഞ്ഞിട്ട് ഓന് ചാനലിൽ കയറി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ്, പൈസ കൊണ്ടില്ലെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പരിചയപ്പെടുത്തുക. കാരണം ഇപ്പോൾ ഒരു മേഖലയിലുള്ള ആളാണ്. അപ്പോൾ ഓരോ ചാനലൊക്കെ വന്ന് ഒരു നല്ല കാര്യങ്ങൾ
സമൂഹത്തിൽ ഇവനും ചെയ്യാൻ പറ്റുകയാണ്. ഇപ്പം അൻവർഖാന്റെ മാതിരി ഇവനും നാളെ കുറച്ച് പൈസ ഒക്കെ ആയിട്ട് കുറേ എത്തിയും കുട്ടികളെ സഹായിക്കാനും ഇതൊക്കെ ഇവന് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ തുടക്കക്കാരൻ നമ്മളൊക്കെയാണെന്നുള്ള സന്തോഷത്തിൽ നമുക്ക് മുന്നോട്ട് പോകാന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി ഒരുപാട് പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഇതുവരെ കാണിച്ച് ചെയ്തിട്ടില്ല. പക്ഷെ ഇനി നമ്മൾ കാണിച്ച് ചെയ്യാൻ വേണ്ടി പോകും അല്ലേ? അടുത്ത അറിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇങ്ങോട്ട് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ നോട്ട് പുസ്തകത്തിന്റെ കാര്യം ചെയ്തപ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞു ഇനി മുതൽ കാണിച്ച് ചെയ്യണം. കാരണം ഇത് ചെയ്യുന്ന കാണുമ്പോൾ ബാക്കിയുള്ള ഇൻഫ്ലുവൻസേഴ്സിനും എന്താണ് ഒരു പ്രചോദനമാണ്. അപ്പൊ എന്തായാലും നമ്മളിനി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മളെ വരെയും കൂടി നോക്കാതെ നമ്മളെ കൂടെ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കില്ല നമുക്ക് സെറ്റ് ആക്കാം. നെക്സ്റ്റ് ഈ എന്റെ തറവാടും വിശേഷങ്ങളും ഇവന്റെ ജീവിതമൊക്കെ എന്തായാലും നമുക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പൊ എന്തായാലും കുറെ നിങ്ങൾക്കൊക്കെ ഇൻസ്പയർ ചെയ്യാൻ പറ്റിയ കുറെ കാര്യങ്ങൾ ഇവന്റെ കയ്യിലുണ്ട്. പിന്നെ നമ്മളെ ക്യാമറയുടെ പിന്നിലുള്ള ആൾക്കാർ നമ്മൾ മുന്നിലത്തെ മാത്രമായിരുന്നു, പിന്നിൽ നമ്മൾ ഒരുപാട് പ്രവൃത്തി നമ്മൾ ഷെരീഫ്. അപ്പൊ എന്തായാലും ഓനൊക്കെ ഇനി മുന്നിലേക്ക് കൊണ്ടുവരണം. എന്നാലും ഇൻഷാല്ലാ കൈമുട്ടിപ്പാട്ടിലൊക്കെ സെറ്റ് ആയിട്ട് പോവാണ് ചെക്കൻ. എന്നാലും ഇനി ഇവന്റെ സ്ഥാപനങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്, എല്ലാം കൊണ്ട് മാഷാല്ലാ. നെക്സ്റ്റ് വീഡിയോ എന്റെ തറവാടും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വെറും എന്റെ മുഖം കണ്ട എന്റെ കാര്യം കുറിയും കണ്ട ആൾക്കാർ ഇട്ടിരുന്ന് പോകും. ചില എന്റെ കുടുംബവും എന്റെ കുട്ടികളും എന്റെ വിശേഷങ്ങളും തറവാടും എല്ലാം സെറ്റാക്കി നെക്സ്റ്റ്. അപ്പൊ എന്തായാലും നമുക്ക് ഇത് വൈറ്റപ്പ് ആക്കാം. അപ്പൊ എല്ലാവരും ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം.